വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോടോ അനിയനോടോ അനിയത്തിയോടോ നിങ്ങൾക്കൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും എന്നെ അല്ല ഇഷ്ടം, ചേട്ടനെയാണ് അല്ലെങ്കിൽ അനിയനെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അവനാണ് മിടുക്കി, അല്ലെങ്കിൽ എൻ്റെ സഹോദരരാണ് മിടുക്കര്, കഴിവുള്ളവര്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കുക, ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് ഒറ്റയ്ക്കല്ല. അങ്ങനെ തോന്നുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈബിളിൽ കാണുന്ന ആദ്യ സഹോദരങ്ങളായിട്ടുള്ള ഹാബേലും കയീന്റെയും കഥയും ഇത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലും ഈ ഒരു കാര്യമാണ് സംഭവിച്ചത്. പക്ഷേ ഓർക്കുക, വികാരങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അത് ബന്ധങ്ങൾ തകരുന്നതിന് കാരണമാകും. നിങ്ങളുടെ സഹോദരങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരോടാണ് ഇഷ്ടം എന്നൊക്കെ തോന്നി നമുക്ക് അവരോട് ഭയങ്കരമായ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വയം ഒരു ആത്മപരിശോധന ചെയ്തു നോക്കുക. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല, മറ്റൊരാളുടെ ഭാഗത്തു നിന്നും, നിങ്ങളുടെ സഹോദരന്റെ ഭാഗത്തു നിന്നും, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഒന്ന് ചിന്തിക്കുക. അവർക്ക് പറയാനുള്ള ന്യായങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ ചോദിക്കുക. ഒരു ആത്മപരിശോധന സ്വയം ചെയ്തു നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കും എന്താണ് അവിടുത്തെ പ്രശ്നമെന്നും. എപ്പോഴെങ്കിലും നമുക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഈ ദേഷ്യം എനിക്ക് തന്നത് പിശാചാണോ അതോ എന്നെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകണം. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സഹോദരനോട് മാത്രമല്ല, ആരോടെങ്കിലും ഭയങ്കരമായ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളെ ഭരിക്കുന്നത് ഏത് ആത്മാവാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ ഒരു സമയത്ത് ഒരു വചനമോ ഒരു പ്രാർത്ഥനയോ നമ്മളിൽ നിന്ന് ഉയരട്ടെ. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ വചനം മറന്നു പോകാതെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒരിക്കലും പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടത്തില്ല. അവിടെ നമ്മളെ നിയന്ത്രിക്കുന്നത് ദുഷ്ടന്റെ ആത്മാവാണ്. കാരണം അവനാണ് അത്തരമൊരു ദേഷ്യവും കോപവും ഒക്കെ നമ്മളിൽ ഉളവാക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ചിന്തിക്കുക, നമ്മുടെ സഹോദരനോടും സഹോദരിയോടോ ഒക്കെ ദേഷ്യം വെച്ച് പുലർത്തുമ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുക. സങ്കീർത്തനം 139:23, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, എന്റെ അവസ്ഥയെ നീ അറിയണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആ മുറിവിനെ ആ പരിശുദ്ധാത്മാവിലേക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, എനിക്ക് ഇങ്ങനൊരു സങ്കടമുണ്ട്, എന്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു വിഷമം അലട്ടുന്നുണ്ട്. എന്നാൽ ദൈവമായ കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ വേദനയെ ഞാൻ എന്റെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കും, നമ്മുടെ സഹോദരനോട് ക്ഷമിച്ചേക്കാം. പക്ഷെ അവരെ വീണ്ടും കാണുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ വീണ്ടും ഭയങ്കരമായ ദേഷ്യം നമുക്ക് ഉളവാകും. ഓർക്കുക, അതും നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. യഥാർത്ഥത്തിൽ ക്ഷമയുള്ളിടത്ത് മാത്രമാണ് സമാധാനം ഉളവാകുന്നത്. അത്തരമൊരു ദേഷ്യമോ കോപമോ ഒക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ദൈവം നമ്മളിൽ പ്രസാദിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നന്മയായി വരികയില്ല. ഈ ഒരു കാര്യത്തെ എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുക. 1 യോഹന്നാൻ 4:20, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ഒരാൾ തന്റെ സഹോദരനെ വെറുക്കുന്നുവെങ്കിൽ അവൻ ഒരു നുണയനാണ്. താൻ കണ്ടിട്ടുള്ള തന്റെ സഹോദരനെ സ്നേഹിക്കാതെ ആർക്കും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള സഹോദരനെ സ്നേഹിക്കുക. ക്ഷമിക്കാനുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ആ ദേഷ്യം തോന്നുന്ന സഹോദരനില്ലേ, അത് നമ്മുടെ പ്രിയപ്പെട്ടവനാണ്. അവനും ഒന്നിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ച് അവനുമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അത് ജ്വലിപ്പിക്കുന്ന ബലിപീഠമാണ് ഓരോ കുടുംബങ്ങളും. അവിടെ അഹങ്കാരം ക്രൂശിക്കപ്പെടുകയും കൃപ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷഭരിതമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഭവനങ്ങളായി മാറട്ടെ.